Welcome to my channel, Treasure Chaser. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാൻഫ്രോട്ടോയുടെ പിക്സി മിനി ട്രൈപോഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മാൻഫ്രോട്ടോയുടെ പിക്സി മിനി ട്രൈപോഡാണ്. ഞാനിത് വാങ്ങാൻ കാരണം ഒത്തിരി പേരുടെ നല്ലൊരു റിവ്യൂ കണ്ടതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് തന്നെ. ഇതൊരു ബഡ്ജറ്റ് ട്രൈപോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇതിന് ഒരു 2000 രൂപയ്ക്ക് അടുത്തോളം വന്നിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയിൽ നല്ലൊരു മെറ്റീരിയലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനത് പർച്ചേസ് ചെയ്യാൻ കാരണം. നമുക്കിനി ഈ കവർ ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഒരു യൂസർ മാനുവലാണ് കാണുന്നത്. അതിൽ തന്നെ രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും പിക്ചർ കാണിക്കുന്നുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊബൈലും ക്യാമറയൊക്കെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. ഈ മെറ്റീരിയൽ പുറത്തെടുത്തപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്ന്. ഇതിലൊരു ബട്ടൺ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് പുറകെ നോക്കാം. ഈ മാൻഫ്രോട്ടോയുടെ പിക്സി മിനി ട്രൈപോഡിന് 18.5 സെന്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 230 ഗ്രാം വെയിറ്റോളം വരുന്നുണ്ട്. പിന്നെ കമ്പനി പറയുന്നത് അപ് ടു 1 kg വരെ വെയിറ്റ്, അത് ലോഡ് കപ്പാസിറ്റിയാണ് പറയുന്നത്. ഇതിന്റെ ഒരു ലെഗില് മാൻഫ്രോട്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ക്യാമറയും മൊബൈലും ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഈ ട്രൈപോഡ് 4 കളറിലാണ് ഇറക്കിയിരിക്കുന്നത്: ബ്ലാക്ക്, വൈറ്റ്, റെഡ്, പിങ്ക്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബട്ടൺ എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിനുവേണ്ടി ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു മൊബൈൽ ഹോൾഡ് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനൊരു ഹംബിൾ എന്ന കമ്പനിയുടെ മൊബൈൽ ഹോൾഡറാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സെയിം മാൻഫ്രോട്ടോയുടെ മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് അപ്രോക്സിമേറ്റ്ലി 3000, അതായത് ഈ മിനി ട്രൈപോഡിനേക്കാൾ റേറ്റ് കൂടുതലായിരുന്നു ആമസോണിൽ കണ്ടത്. അതുകൊണ്ടായിരുന്നു അത് വാങ്ങിക്കായിരുന്നത്. ഈ ഹംബിൾ എന്ന കമ്പനിയുടെ ഈ ഹോൾഡർ ഒരെണ്ണം വാങ്ങിച്ചാൽ 149, രണ്ടെണ്ണം വാങ്ങിച്ചാൽ 209 രൂപയ്ക്കും ഓഫർ കിട്ടുന്നതാണ്. മാൻഫ്രോട്ടോയുടെ 3500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് തന്നെയാണ് മൊബൈൽ ഹോൾഡറിന് വരുന്നത്. എൻ്റെ അഭിപ്രായം ഒരു 200 രൂപയ്ക്ക് താഴെ ഉള്ളൊരു ഹോൾഡർ വാങ്ങിച്ചാൽ മതി എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കിനി ഈ മൊബൈൽ ഹോൾഡർ ഇനി എങ്ങനെ സ്ക്രൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ മൊബൈൽ ഹോൾഡറിൽ രണ്ട് സൈഡ് സ്ക്രൂ ചെയ്യാനുള്ളത് കാണിക്കുന്നുള്ളൂ.
ചില ഹോൾഡറിനൊക്കെ 3 സൈഡും സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ മുകൾ സൈഡിൽ മൈക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ ആ സ്ക്രൂ ചെയ്യാനുള്ളത് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഡബിൾ സൈഡ് സ്ക്രൂ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിനി മൊബൈൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. നോർമൽ രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് നോക്കിയപ്പോൾ താഴെയൊന്നും പോകത്തില്ല, ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഓവറായിട്ട് ഷെയ്ക്ക് ആയിരുന്നത് ഫോണിൻ്റെയും ട്രൈപോഡിൻ്റെയും വില വ്യത്യാസം നോക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഓവറായി ഷെയ്ക്ക് ആയിരുന്നത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്.